ഹായ് ഓൾ, വെൽക്കം ടു എൻട്രി. ഞാൻ വൈശാഖ് മാധവൻ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലൈൻ ഗ്രാഫ് ബേസ് ചെയ്തിട്ടുള്ള ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഇതിന്റെ ബേസിക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണോ ഒരു എക്സാം ഹാളിൽ ഒരു ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്, ആ രീതിയിലാണ് നമ്മൾ ഇവിടെ ക്ലാസ്സുകൾ ചെയ്തു പോകുന്നത്. വേഗം തന്നെ ചെയ്യും. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് അതൊരു വട്ടം കൂടി എന്ത് ചെയ്യുക, ഒന്ന് കേട്ട് നോക്കാം. ക്ലിയർ? അതേപോലെ തന്നെ നമുക്ക് ഡാറ്റ ഇന്റർപ്രിട്ടേഷന്റെ മാരത്തോൺ ഓൾറെഡി നമ്മളുടെ ചാനലിൽ ലൈവ് ആയിട്ട് പോകുന്നുണ്ട്. അത് ചൊവ്വാഴ്ചകളിലും വ്യാഴാഴ്ചകളിലായിട്ട് ലൈവ് ആയിട്ട് പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നേരിട്ട് ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ലൈവ് സെക്ഷനിൽ നമുക്ക് നിങ്ങൾക്ക് ഫാക്കൽറ്റീസ് ആയിട്ട് ഇന്ററാക്ട് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അപ്പൊ നമുക്ക് ക്ലർക്കൽ ലെവൽ, ഇപ്പൊ RRB ക്ലർക്കിനൊക്കെ ചോദിക്കുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഈ ക്വസ്റ്റ്യൻ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, മിനിമം ടൈമിൽ എല്ലാ ക്വസ്റ്റ്യനും എന്ത് ചെയ്യാൻ ശ്രമിക്കണം, വർക്ക്ഔട്ട് ചെയ്യാൻ ശ്രമിക്കണം. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കിയേ. ദ ഗിവൺ ലൈൻ ഗ്രാഫ് ഷോസ് ദ 5 ഡിഫറെന്റ് പേഴ്സൺസ് ഹാസ് നമ്പർ ഓഫ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ആണ്. ഇവിടെ 5 പേഴ്സൺസ് ഉണ്ട്. അപ്പൊ ആദ്യം തന്നെ ഈ വാല്യൂസ് എത്രയാണെന്ന് നമ്മൾ ഒന്ന് മനസ്സിലാക്കി വെക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പൊ അനിൽ ഇവിടെ എത്രയാണ് വരുന്നത്? ഇപ്പൊ നമ്മളിവിടെ നോക്കുമ്പോൾ അനിലിന്റെ വാല്യൂ 320 ആണ് അല്ലെ. അതേപോലെ ഭാരതിയുടെ വാല്യൂ എത്രയാണ്? 420. ദെൻ വിമലയുടെ വാല്യൂ എത്രയാണ്? 280 ആണ് വിമല വരുന്നത്. ദിവ്യയുടെ വാല്യൂ വരുന്നത് എത്രയാ? 360 ആണ്. ദിവ്യയുടെ വാല്യൂ എത്രയാണ്? 360. ആൻഡ് ഫൈനൽ ദേവിന്റെ വാല്യൂ 240 ആണ്. ക്ലിയർ? അപ്പൊ ഇത് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് നിങ്ങളുടെ നോട്ട് ചെയ്ത് വെച്ചാൽ, സിമ്പിൾ ക്വസ്റ്റ്യൻ ആകുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും അനാലിസിസ് ചെയ്യാനില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നല്ലതാണ്. ആദ്യത്തെ ലെറ്ററുകൾ മാത്രം എഴുതി വെക്കുക. ABBD. ഇപ്പൊ ദിവ്യ ഉണ്ടെങ്കിൽ DIയും DE എന്നും എഴുതി വെക്കുക കേട്ടോ. ഡയറക്റ്റിന് നേരെ ക്വസ്റ്റ്യനിലേക്കാണ് പോകുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി ആവറേജ് നമ്പർ ഓഫ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഹാസ് ഭാരതി ആൻഡ് വിമല ആൻഡ് ആവറേജ് നമ്പർ ഓഫ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ദിവ്യ ആൻഡ് ദേവ. ഓൾറെഡി നമ്മൾ ഭാരതിയുടെ നേരത്തെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. എത്രയാണ് ഭാരതി? നമുക്ക് എത്രയാണ് ഇവിടുന്ന് കിട്ടുന്നത്? 420 ആണ് അല്ലെ. ഭാരതി വരുന്നത് 420 ആണ്. അപ്പൊ നമുക്ക് ഭാരതിയുടെ ജസ്റ്റ് നോട്ട് ചെയ്യാം. ഭാരതി എത്രയാണ് വരുന്നത്? 420. പിന്നെ ആരാണ് കൂടിയുള്ള ആള്? വിമലയാണ്. വിമലയുടെ എത്രയായിരുന്നു? വിമല നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. വിമല എത്രയാണ്? 280. മൈൻഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും നല്ലത് എത്രയാണ് വരിക? 700 ആണ്. 700. അതിന്റെ ആവറേജ് ആണ് ചോദിച്ചിരിക്കുന്നത്. 700/2 എത്രയാണ്? 350. അത് അവിടെ നിൽക്കട്ടെ. ഇനി അടുത്ത ആൾക്കാർ ആരൊക്കെയാണ്? ആൻഡ് ദ ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ആരൊക്കെയാണ്? ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഹാസ് ദിവ്യ ആൻഡ് ദേവ്. ആവറേജ് തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ദിവ്യ എത്രയാണ്? ദിവ്യ 360 ആണ്. ദേവ് എത്രയാണ്? 240 ആണ്. അപ്പൊ രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 600. ആവറേജ് ആണ് രണ്ടുപേര് 300. അപ്പോ 350യും 300ഉം തമ്മിലുള്ള ഡിഫറൻസ് 50 ആണ് നമ്മുടെ ആൻസർ. ക്ലിയർ അല്ലേ? ഇത്രയും വേഗത്തിൽ തന്നെ ചെയ്യാം. ഇപ്പൊ നമ്മൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ കാൽക്കുലേഷൻ ഒക്കെ എഴുതി. അതൊക്കെ ഒഴിവാക്കി എത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ആൻസർ കണ്ടുപിടിക്കുക. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വേഗം വായിച്ചു നോക്കുക. The number of gift vouchers has Hari is 25% more than the gift vouchers has Vimala. Then what is the difference between the numbers of gift vouchers has Hari and Anil എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹരി ഇതിൽ ഇല്ലാത്ത ആളാണ്. അപ്പൊ ആരേക്കാൾ എത്രയാണ്? 25% കൂടുതൽ ആരേക്കാളാണ്? വിമലേക്കാളാണ്. വിമല. അപ്പൊ വിമല എത്രയാണെന്ന് നമുക്കറിയാം. 280 ആണ് വിമല. അതിനേക്കാൾ എത്ര കൂടുതൽ? 25% കൂടുതൽ എന്ന് പറഞ്ഞാൽ 125/100 ആണ്. അപ്പൊ എത്ര വന്നു? 5/4. ആ 4 ഇവിടെ എത്രയാണ്? 70. അപ്പൊ നമുക്ക് ആൻസർ 350 എന്ന് കിട്ടി. അവിടെ നിൽക്കട്ടെ. ഹരിയുടെ ആണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഹരി. ഇനി ആരുടെ ഡിഫറൻസ് ആ ചോദിച്ചിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഹാസ് ഹരി ആൻഡ് അനിൽ ആണ്. അനിൽ ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 320 ആണെന്ന്. അപ്പൊ 350ഉം 320ഉം തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 30. കഴിഞ്ഞു. ഇത്രേ ചെയ്യാനുള്ളൂ. ഓക്കെ, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഗിഫ്റ്റ് വൗച്ചേഴ്സ് ഹാസ് ഓൾ 5 പേഴ്സൺസ് ടുഗദർ എന്നാണ്. ഞാൻ നേരത്തെ ഞാൻ നിങ്ങളോട് എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് വീണ്ടും നമ്മൾ എഴുതാൻ നിൽക്കണ്ട. ഇപ്പൊ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവിടെ എഴുതിയിടുന്നേ ഉള്ളൂ. ഇവിടെ എത്രയാണ്? 320. ഇവിടെ എത്രയാണ് വരിക? 420. ഹിയർ എത്രയാണ്? 280. ഇവിടെ എത്രയാണ്? 360. ഇവിടെ എത്രയാണ്? 240. 5 പേരാണുള്ളത്. അപ്പൊ നമ്മൾ ഇത് എഴുതി വെച്ചിരിക്കുന്നത് വീണ്ടും എഴുതി കൂട്ടാതെ തന്നെ ഇവിടെ തന്നെ നോക്കുക. ഇവിടെ എത്ര വരുന്നുണ്ട്? ആദ്യം ഹൺഡ്രഡ്സ് കൂട്ടുക. 700, 900, 1200 ആൻഡ് 1000 എത്രയാണ് വരിക? 400 അല്ലെ. അപ്പൊ അത് നമ്മൾ കൂട്ടി എഴുതി വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ കൂട്ടിയാലും മതി. 7, 9, 9ഉം എത്രയാണ്? 5ഉം 1400 അവിടെ സെറ്റ് ചെയ്ത് വെക്കുക. ദെൻ എത്രയാണ്? 100. അപ്പൊ 1500 ആയി. 100 വീണ്ടും 100 1600 ആയി. പിന്നെ എത്രയാണ്? 20. അപ്പൊ 1600
ആൻഡ് 20/5 ആണ്. ഇവിടെ എത്രയാണ് 3 ടൈംസ്, ഇവിടെ എത്രയാണ് 2 ടൈംസ്, ഇവിടെ എത്രയാണ് 4. അപ്പൊ നമുക്ക് ആൻസർ കിട്ടി 324 എന്നുള്ള ആൻസറിലേക്ക് എത്തി. ഓക്കെ അല്ലേ? ക്ലിയർ ആണെന്ന് കരുതുന്നു. ദെൻ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The number of vouchers has Anil is approximately what percentage of number of vouchers has Divya ആണ്. അനിലിന്റെ എത്രയായിരുന്നു? 320 ആണ്. ദിവ്യ എത്രയാണ്? നമുക്ക് 360 ആണ്. ദിവ്യയുടെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്? 360 ഉണ്ട്, ഇവിടെ 320 ഉണ്ട്. ഇത് എത്രയാണെന്നല്ലേ ചോദിച്ചിരിക്കുന്നത്? സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്, കട്ട് ചെയ്ത് കളഞ്ഞു. 8 ഇവിടെ 4 ഇവിടെ 8 ടൈംസ്, ഇവിടെ 9 ടൈംസ്. സോ 800/9 ആണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം അടുത്തുള്ള ഓപ്ഷൻ ആണ്. ജസ്റ്റ് ഒന്ന് ചെയ്ത് നോക്കാം. 8 ടൈംസ് 80, വീണ്ടും 8 ടൈംസ് റിപ്പീറ്റ് ചെയ്ത് വരും. അപ്രോക്സിമേറ്റ്ലി എത്രയാണ്? 89% എന്ന് കിട്ടി. ഓപ്ഷൻ ബി ആണ് ആൻസർ. 89% എന്ന് നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ബി ആണ്. സോ നമ്മൾ ഒട്ടും സമയം പാഴാക്കാതെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വൗച്ചേഴ്സ് ആസ് ഭാരതി ആൻഡ് ദേവ് എന്നാണ്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ നമ്പർ ഓഫ് വൗച്ചേഴ്സ് ആസ് ഭാരതി ആൻഡ് ദേവ് ആണ്. ഭാരതിയിൽ എത്രയാണ്? നമുക്കിവിടെ 420 ആണ്. ദേവ് എത്രയാണ്? 240 ആണ്. ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാ? 180. കഴിഞ്ഞു. നമുക്ക് എത്രയാണ് ആൻസർ വരിക? 180 ആണ്. ഡിഫറൻസ് എത്രയാണ് വരുന്നത്? 180. 420 240 തമ്മിലുള്ള ഡിഫറൻസ് 180 ആണ്. അപ്പൊ നമ്മള് ഈ 5 ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഒരു സെറ്റ് DA നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുമ്പോൾ വളരെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് എഴുതിയൊക്കെ ചെയ്യേണ്ടി വരും. നിങ്ങൾ ചെയ്യുമ്പോൾ ഇനിയും ടൈം എന്ത് ചെയ്യാം? സേവ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. ഈ ക്വസ്റ്റ്യനിൽ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വട്ടം കൂടി കേട്ട് നോക്കിയാൽ മതി. ഓക്കെ. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്കൊരു ആവറേജ് ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ടുള്ള ആവറേജ് ടൈം നമുക്ക് ഏകദേശം 40 സെക്കൻഡ്സ് നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ 5 ക്വസ്റ്റ്യന് നമുക്ക് എത്ര സമയം കിട്ടും? 5 ക്വസ്റ്റ്യൻസിന് 200 സെക്കൻഡ്സ്. ഓക്കെ. അപ്പൊ ഇത്രയും നമ്മൾ എടുക്കാൻ പാടില്ല. DA ഒക്കെ വരുമ്പോൾ നമ്മൾ മിനിമം ഒരു 30 സെക്കൻഡ് വെച്ച് എടുക്കാനേ പാടുള്ളൂ. 30 സെക്കൻഡ് ആണെങ്കിൽ 150 മിനിറ്റ്, 2.5 മിനിറ്റ് ആണ് സാധാരണ നമ്മൾ DAക്ക് ടൈം കൊടുക്കാറ്. DAക്ക് 2.5 മിനിറ്റ്. അപ്പൊ ഈ ചെറിയ നമുക്ക് കുറച്ചും കൂടി ഈസി ഉള്ള DA ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ അതിലും കുറച്ച് സമയം എടുക്കാം. ഇവിടെ നിന്ന് സേവ് ചെയ്യുന്ന ടൈമൊക്കെ നമുക്ക് മറ്റ് പല ക്വസ്റ്റ്യൻസിലും കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിൽ എന്ത് ചെയ്യാം? അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ചും കൂടി ആലോചിച്ച് ചെയ്യേണ്ട ഒരു DA ആണ്. 2 ലൈൻ വരുന്നുണ്ട് ഇവിടെ. The given line graph shows the number of 2 different laptops, Sony and Dell, sold in 5 different months എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ആദ്യം തന്നെ നമ്മൾ ഡാറ്റ കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കാം. മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ ആണ്. സോണി എന്ന് പറയുന്നത് ബ്ലൂവിലും അതേപോലെ ഡെൽ എന്ന് പറയുന്നത് എന്തിലാണ്? റെഡിലാണ് തന്നിരിക്കുന്നത്. ഇതിന്റെ സെന്ററിലുള്ള വാല്യൂ ആണ് നമ്മൾ ഏകദേശം വാല്യൂസ് ആയിട്ട് എടുക്കുക. ഓക്കെ. നമുക്ക് ജസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം. ഇഫ് ദ സം ഓഫ് ദി നമ്പർ ഓഫ് സോണി, ഡെൽ ആൻഡ് ആപ്പിൾ. ആപ്പിൾ ഇത് തന്നിട്ടില്ല, സോണിയും ഡെല്ലും ആണ്. സോൾഡ് ഇൻ മെയ് 450 ആണ്. അപ്പൊ മെയ്യില് ബാക്കി 2 പേര് വിറ്റിരിക്കുന്ന എത്ര? അവിടെ 120 ആണ്. ഇവിടെ എത്ര വരും? ഏകദേശം മിഡിലായിട്ട് 150 ആണ് വരിക. രണ്ടും കൂടിയും കൂട്ടിയാൽ 270 അല്ലെ? 270 ആണ് രണ്ടും കൂടിയും കൂട്ടിയാൽ വരുന്നത്. അതിൽ ആരൊക്കെ ഉണ്ട്? സോണി ഉണ്ട്, ഡെൽ ഉണ്ട്, ആപ്പിൾ ഉണ്ട്. ഇത് രണ്ടും കൂടിയും 270 ആണെങ്കിൽ ടോട്ടൽ 480 ആണെങ്കിൽ ബാക്കി വരുന്നതായിരിക്കില്ലേ ആപ്പിള്? അപ്പൊ ആപ്പിൾ എത്രയായിരിക്കും? ഇവിടെ നിന്ന് മൈനസ് ചെയ്യാം. അപ്പൊ നമുക്ക് 081 180. ഓപ്ഷൻ എ ആണ് ആപ്പിൾ വരിക. ക്ലിയർ? അപ്പൊ ഓപ്ഷൻ എ ആണ് ആപ്പിൾ വരിക. ക്ലിയർ ആണെന്ന് കരുതുന്നു. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് സോണി ലാപ്ടോപ്സ് സോൾഡ് ഇൻ മാർച്ച് ആൻഡ് മെയ് ടുഗദർ. സോണി ലാപ്ടോപ്പ് മാർച്ചിലും മെയ്യിലും എത്രയാണെന്ന് നോക്കണേ. സോണി ഞാൻ പറഞ്ഞു ബ്ലൂ ആണ്. മാർച്ചിൽ വരുന്നത് എത്രയാ? 120. മെയ്യിൽ വരുന്നതും 120 ആണ്. സോൾഡ് ഇൻ മാർച്ച് ആൻഡ് മെയ് ടുഗദർ. ടുഗദർ എന്ന് പറഞ്ഞാൽ 240. നമ്പർ ഓഫ് വാട്ട് പെർസെന്റേജ് നമ്പർ ഓഫ് സോണി ലാപ്ടോപ്സ് ഇൻ ജൂലൈ. സോണി തന്നെയാണ് ജൂലൈയിൽ വിൽക്കുന്നത്. 160 ആണ്. 160 ഇതിന്റെ എത്ര പെർസെന്റേജ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. 0 ഇവിടെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞു. ഓക്കെ. ഇവിടെ 4 ടൈംസ്. ഇവിടെ എത്രയാണ്? 4 വരുമ്പോൾ 25 ആണ് വരിക. സോ ഇവിടെ എത്രയാണ്? 6 ടൈംസ്. എത്ര വരും? 150% ഈസ് ദ റൈറ്റ് ആൻസർ. 150%. ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. If the number of Dell laptops sold in August is 120% of the number of Dell laptops in May. മെയ്യില് ഡെല്ല് വിറ്റത് എത്രയാണ്? മെയ്യില് ഡെല്ല് വിറ്റത് 150 ആണ്. അപ്പോ നമുക്ക് മെയ്യില് വിറ്റത് ഏതിനാന്ന് പറഞ്ഞിരിക്കുന്ന? ആഗസ്റ്റില് 120% കൂടുതലാണ്. അപ്പൊ നമുക്ക് 150 × 120/100 അവിടെ നിൽക്കട്ടെ. Then find the ratio of the number of Dell laptops in August to June ആണ്. അപ്പൊ ഇത് ആഗസ്റ്റിലെ കാര്യമാണ് ഇവിടെ. ഇനി നമുക്ക് ജൂണിലെ കാര്യം ഇവിടെ നിന്ന് ഗ്രാഫിൽ നിന്ന് കിട്ടില്ലേ? ജൂൺ ഡെല്ലാണ്, റെഡ് ആണ്. ഡെൽ എത്രയാണ്? 130. ഇതിനിടയിൽ വരുന്ന വാല്യൂ 130.
ഈ വാല്യൂ കണ്ടുപിടിക്കാനും നിൽക്കേണ്ട, കട്ട് ചെയ്യാനുള്ളതൊക്കെ കട്ട് ചെയ്ത് കളയാം. ഓക്കെ, ദെൻ ഇവിടെ 5 ഇവിടെ 3 ടൈംസ്, ഇവിടെ എത്ര വട്ടം പോയി? 2 ടൈംസ് 6, 6, 13. അപ്പൊ എത്ര കിട്ടി നമുക്ക്? 18:13. 18:13 ഓപ്ഷൻ എ ആണ്. ഓപ്ഷൻ എ ആണ്. ഒറ്റ സ്റ്റെപ്പിൽ തന്നെ ആൻസർ കണ്ടുപിടിക്കാം. ക്ലിയർ? അതല്ലാതെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടിയൊന്നും ചെയ്യാൻ നിൽക്കേണ്ട, പെട്ടെന്ന് ആൻസറിലേക്ക് എത്താനുള്ള രീതി നിങ്ങൾ എപ്പോഴും ഫോളോ ചെയ്യുക. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ആവറേജ് നമ്പർ ഓഫ് ഡെൽ ലാപ്ടോപ്പ് സോൾഡ് ഇൻ ജൂൺ ആൻഡ് ജൂലൈ ടുഗദർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ജൂണിലും ജൂലൈയിലും ഡെൽ ലാപ്ടോപ്പ് വിറ്റത്. അപ്പോൾ ഡെൽ ലാപ്ടോപ്പ് ആണ് ജൂൺ എത്രയാണ് വരുന്നത്? 130. ജൂലൈയിൽ എത്രയാണ് വരുന്നത്? 140. രണ്ടിന്റെയും കൂടി ആവറേജ് ആണ് ചോദിച്ചത്. 200, 270 by 2 അല്ലെ? 130 + 140 ആണ്. ഓക്കെ, by 2 വരുമ്പോൾ എത്ര വരും? 135. ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി. ക്ലിയർ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി നമ്പർ ഓഫ് സോണി ലാപ്ടോപ്സ് സോൾഡ് ഇൻ ഏപ്രിൽ ആൻഡ് ജൂൺ? ഏപ്രിൽ ആൻഡ് ജൂണിലെ സോണി ലാപ്ടോപ്സ് ബ്ലൂ ആണ്. അപ്പൊ ഏപ്രിൽ ആൻഡ് ജൂൺ ഇവിടെ എത്ര വരുന്നത്? 130. ആൻഡ് ജൂണിൽ എത്രയാണ് വരുന്നത്? 150. 130, 150 എത്രയാണ് വരുന്നത്? 280 ആണ്. ദെൻ നമ്പർ ഓഫ് ഡെൽ ലാപ്ടോപ്സ് ഇൻ ഏപ്രിൽ ആൻഡ് മെയ്. ഡെല്ല് ഏപ്രിൽ വരുന്ന എത്രയാണ്? 110 ആണ്. ഏപ്രിൽ ആൻഡ് മെയ്യിൽ വരുന്ന എത്രയാ? ഇവിടെ 150 ആണ്. 150 ആണ്. അപ്പൊ എത്ര വരും നമുക്ക്? 260. ഇതിന്റെ ഡിഫറൻസ് അല്ലേ ചോദിച്ചിരിക്കുന്നത്? ദ ഡിഫറൻസ് ആണ്. എത്രയാണ് വരിക? 20. ആൻസർ ഓപ്ഷൻ ബി, 20. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതും നമ്മൾ വളരെ വേഗം തന്നെ ചെയ്തു പോയി. എത്ര സമയം എടുത്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക. പെട്ടെന്ന് ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. വളരെ കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ നമുക്ക് കാൽക്കുലേഷൻ കണ്ടുപിടിക്കണം. ഗ്രാഫ് നോക്കി തന്നെ കാൽക്കുലേഷൻ കണ്ടുപിടിക്കുക. തെറ്റി പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നോക്കിയേ, 10, 20, 30, 40, 50 എന്ന് പറഞ്ഞ അടുത്തടുത്തുള്ള ഓപ്ഷനാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ ഏതെങ്കിലും ഒരു വാല്യൂ എടുക്കുന്നത് തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ നമ്മളുടെ ആൻസർ റോങ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് തന്നെ ചെയ്യണം. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പല ആൾക്കാരും തെറ്റിക്കാറുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിച്ച് കാണാറുള്ള ക്വസ്റ്റ്യൻ ആണ്. പെർസെന്റേജ് പ്രോഫിറ്റ് ഏൺ ബൈ 2 കമ്പനീസ് ഓവർ ദി ഗിവൺ ഇയേഴ്സ് ആണ്. അപ്പൊ പെർസെന്റേജ് ഓഫ് പ്രോഫിറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയണം. എന്താണ്? ഇൻകം റിലേറ്റഡ് ആയിട്ട് വരുമ്പോൾ ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ എന്താണ് വരിക? എക്സ്പെൻഡിച്ചർ ആണ്. ഇൻറ്റു എന്താണ്? 100 ആണ്. ഇൻറ്റു എന്താണ്? 100 ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം, ആദ്യത്തേല് നമുക്ക് വളരെ എളുപ്പത്തിൽ ഒരു കാര്യമുണ്ട്. ഇവിടെ ക്വസ്റ്റ്യൻസ് എന്താണ്? കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും, കുറച്ച് ചെയ്യാനുണ്ടാവും. 3 ക്വസ്റ്റ്യനേ ഉള്ളൂ. പക്ഷെ ഇവിടെ വാല്യൂസ് നമ്മളിവിടെ നോക്കി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇവിടെ പെർസെൻറ്റേജിലാണ്. പെർസെൻറ്റേജ് ഓഫ് പ്രോഫിറ്റ് എല്ലാം ഇവിടെ തന്നിട്ടുണ്ട്. ആദ്യം കമ്പനി എ ബ്ലൂ ആണ്, കമ്പനി ബി റെഡിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ഡയറക്റ്റ് പോവാം. ഇഫ് ദ ഇൻകം ഓഫ് കമ്പനി എ 1998, ഇൻകം ഓഫ് കമ്പനി എ 98 ഈക്വൽ ടു എക്സ്പെൻഡിച്ചർ ഓഫ് 2000 ആണ്. ആദ്യം തന്നിട്ടുണ്ട്. വാട്ട് വാസ് ദ റേഷ്യോ ഓഫ് കമ്പനീസ് എക്സ്പെൻഡിച്ചർ ഇൻ ദ ഇയർ 98 ആൻഡ് 2000 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ഇൻ 2000-ലുള്ളത് നമുക്കറിയാം ഇൻകം ഓഫ് 98 ആണ്. അത് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത് കണ്ടുപിടിക്കേണ്ട വാല്യൂ. അതവിടെ തെറ്റായി. ഇനി എക്സ്പെൻഡിച്ചർ നമുക്കൊരു കാര്യം നോക്കാം. എക്സ്പെൻഡിച്ചർ ഓഫ് എന്താണ്? നമുക്ക് 98-ലെ എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇൻകം എന്താണ് വരിക? I98 ആണ്. ഞാൻ ജസ്റ്റ് ഇൻകം I98 എന്ന് എടുത്തു. ഇതിന്റെ നിങ്ങൾ നോക്കുക, ഇവിടെ പറഞ്ഞിരിക്കുന്നത് 1998-ല് കമ്പനി എക്ക് വരുന്ന പ്രോഫിറ്റ് എത്രയാ? 45% ആണ്. അപ്പൊ എക്സ്പെൻഡിച്ചറിന്റെ 145% ആയിരിക്കില്ലേ ഇൻകം, അല്ലെ? ലാഭം കൂടി ചേർത്ത് വരുമ്പോൾ. അപ്പൊ എക്സ്പെൻഡിച്ചറിന്റെ 145% ആണ്. അപ്പൊ ഇൻകം ആണ് നമ്മളോട് എക്സ്പെൻഡിച്ചർ ആണ് ചോദിച്ചിരിക്കുന്നത്. 100 ചെയ്യാം. എക്സ്പെൻഡിച്ചർ എന്ത് ചെയ്യാം? 100 ചെയ്യാം. I98 രണ്ട് ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ആയി. 100:145 നമുക്ക് വളരെ പെട്ടെന്ന് ആൻസറിലേക്ക് എത്തി. എത്ര വന്നു നമുക്ക്? 20:29. ഓപ്ഷൻ ബി എന്ത് ചെയ്യാം? മാർക്ക് ചെയ്യാം. ക്ലിയർ? ഓപ്ഷൻ ബി മാർക്ക് ചെയ്യാം. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇഫ് ദ കമ്പനി ഇൻകം ഓഫ് കമ്പനി ബി in 1999 was 18.5 lakhs and the ratio of incomes of company A and B. അപ്പോൾ ഇൻകത്തിന്റെ കേസിൽ എ ആൻഡ് ബി തന്നിട്ടുണ്ട് 2:3. എത്രയാണ്? 1999-ലാണ്. ബിയുടെ ഇൻകം തന്നിട്ടുണ്ട് 18.6 ആണ്. സോ 1 പാർട്ട് നമുക്ക് എത്ര കിട്ടി? 6.2. എയുടെ ഇൻകം എത്രയായിരിക്കും? 6.2 into 2 ആണ് വരിക, അല്ലെ? 12.4 വന്നു. എയുടെ ഇൻകം കിട്ടിയിട്ടുണ്ട്. വാട്ട് വാസ് ദ എക്സ്പെൻഡിച്ചർ ഓഫ് കമ്പനി എ ഇൻ 1999 ഇൻ ലാക്സ് ആണ്. ഇൻകം കിട്ടിയിട്ടുണ്ട് നമുക്ക് 12.4 ആണ്. എക്സ്പെൻഡിച്ചർ ആവുമ്പോൾ ബൈ എത്രയാണ് പ്രോഫിറ്റ് എന്ന് നോക്കണം. കമ്പനി എക്ക് 1999-ല്
60% പ്രോഫിറ്റ് വരുന്നത്. അപ്പോ ഇൻകം എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 160 ആണ്. അപ്പൊ ബൈ 100, 160 ഇൻറ്റു 100 ചെയ്താൽ മതി. ക്ലിയർ? ഇൻറ്റു 100 ചെയ്യാം. സീറോസ് ഇവിടെ ക്യാൻസൽ ചെയ്തു. ഇവിടെ 5 ടൈംസ്, ഇവിടെ 8 ടൈംസ്. ക്ലിയർ? 5 ടൈംസ് 8 ടൈംസ് ആയി. ഇനി 4 ഇവിടെ 2 ടൈംസ് കട്ട് ചെയ്ത് കളഞ്ഞു. നമ്മളിവിടെ എത്രയാണ്? 6 4 അല്ലേ? അപ്പൊ 3.1 ആണ്. അപ്പൊ എത്രയാണ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാം? ഇവിടെ ആദ്യം നമ്മൾ 60 ക്യാൻസൽ ചെയ്തു. ഇവിടെ 8 5 8ല് 4 2 ടൈംസ്. ഇവിടെ എത്ര വരും? 3.1 ആണ്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 15.5/2 വരും. സോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 7.75 ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ വരിക കേട്ടോ. ലാക്കിലേക്കാണ്, ലാക്ക് ആണ് കേട്ടോ. ഇവിടെ ലാക്ക് ഉണ്ട്, ഇവിടെ ലാക്ക് തന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ലാക്സിലായിരിക്കും. ക്ലിയർ? അത് ശ്രദ്ധിക്കണം കേട്ടോ. ഓക്കെ, സോ നമുക്ക് ഇതിലെ ഫൈനൽ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കുറച്ച് ലെങ്തി ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. The total expenditure of two companies in 2001 was 18 lakhs and expenditure of companies A and B in the year 4:5. 4:5 ആണ് എക്സ്പെൻഡിച്ചർ. ടോട്ടൽ എക്സ്പെൻഡിച്ചർ ആണ്. സോ 9 പാർട്ട് ആണ് 18 എങ്കിൽ 1 പാർട്ട് 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 8ഉം ഇവിടെ എത്രയും വരും? 10ഉം വരും. A:B അല്ലേ? യെസ്, A:B. Then what was the income of company B that year? ഇൻകം ആണ്. അപ്പോൾ എക്സ്പെൻഡിച്ചർ ബിയില് 10 ലക്ഷമാണ്. ഓക്കെ, ഏത് കൊല്ലമാണ്? 2001. ബിയുടെ പ്രോഫിറ്റ് എത്രയാന്ന് നോക്കിയേ? 2001 40%. അപ്പോൾ 10 ലാക്സിന്റെ 40% കൂടുതൽ, 140/100 ആണ് വരിക. അപ്പോൾ ക്യാൻസൽ ചെയ്ത് കളയുമ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് എത്ര കിട്ടി? 14 ലാക്സ്, 14 ലക്ഷം എന്ന് കിട്ടി. ഇവിടെ കനോട്ട് ബി ഡിറ്റർമിൻഡ് ഒരിക്കലും മാർക്ക് ചെയ്യരുത്. നൺ ഓഫ് ദീസ് ആണ്. കണ്ടുപിടിച്ചു നമ്മൾ. കനോട്ട് ബി ഡിറ്റർമിൻഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. 14 ലാക്സ് ആണ്. സോ നൺ ഓഫ് ദീസ് ഈസ് ദ റൈറ്റ് ആൻസർ. ഓപ്ഷൻ ഇ ആണ് കറക്റ്റ് ഉത്തരം. ക്ലിയർ? അപ്പൊ നമ്മൾ ഒരു സെറ്റ് 3 സെറ്റ് ഡി ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പൊ ഏതെങ്കിലും ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് കേട്ട് നോക്കാം. ഇവിടെ നമ്മൾ ഡയറക്റ്റ് എങ്ങനെയാണോ നിങ്ങൾ എക്സാം ഹാളിൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യേണ്ടത് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ എടുത്തു പോകുന്നത്. കാരണം നമുക്ക് സ്പീഡാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി ഒന്ന് എല്ലാവരും ഒന്ന് കേട്ട് നോക്കാം കേട്ടോ. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു എല്ലാവർക്കും. ദെൻ നമുക്ക് വിദ്യാരംഭമാണ് വരുന്നത് അല്ലെ? അപ്പൊ വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് നമുക്ക് വിദ്യാരംഭം സ്പെഷ്യൽ ഗോൾഡ് ബാച്ച് ഫോർ ബാങ്ക് എക്സാംസ് നമ്മൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് തന്നെ നിങ്ങൾക്ക് ഒരു 1 ടൈം ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ഇതിലുണ്ട്. അതായത് നമുക്ക് ഇവിടെ റെക്കോർഡഡ് ക്ലാസ്സുകൾ ഉണ്ട്, ലൈവ് സെക്ഷൻസ് ഉണ്ട്, അതുകൂടാതെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, വാട്സ്ആപ്പ് ത്രൂ നമുക്ക് ടാസ്കുകൾ, കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളും കൂടി നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് വിത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട്. അപ്പൊ അതിലെല്ലാം നിങ്ങൾക്ക് 85% ടാസ്ക് ആൻഡ് അറ്റൻഡൻസ് കംപ്ലീറ്റ് ചെയ്യുന്ന യൂസേഴ്സിന് നിങ്ങൾക്ക് എന്താണ്? ഗെറ്റ് ഫ്രീ റിന്യൂവൽ ആണ്. അത് ഈ വിദ്യാരംഭത്തിനോടനുബന്ധിച്ച് നമ്മളുടെ സ്പെഷ്യൽ ഗോൾഡ് ബാച്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഓഫർ ആണ്. അതേപോലെ തന്നെ ലൈഫ് ടൈം ആക്സസ് ടു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഫോർ ഡൗട്ട് ക്ലിയറൻസ്. പഠിക്കുമ്പോൾ നമുക്ക് ഡൗട്ട് ഉണ്ടാവും. അപ്പൊ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ലൈഫ് ടൈം ആയിട്ടുള്ള വാട്സ്ആപ്പ് ആക്സസ് കൂടി ഇതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കോഴ്സുകളെ കുറിച്ച് അറിയാനൊക്കെ ഈ നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. 7736122215 എന്നുള്ള നമ്പർ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതിലേക്ക് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്ത് പഠിക്കുമ്പോൾ എന്താണ്? ടൈമർ വെച്ച് ചെയ്ത് പഠിക്കുക. വിത്തിൻ ടൈം നമുക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യണം? വർക്ക്ഔട്ട് ചെയ്യണം. ഏതെങ്കിലും ക്വസ്റ്റ്യൻ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു വട്ടം കൂടി അതൊന്ന് റിവൈൻഡ് ചെയ്ത് ബാക്കിലേക്ക് പോയി അതൊന്ന് കേട്ട് മനസ്സിലാക്കാം. ഓക്കെ, താങ്ക് യു.